Good morning, friends. The second set of exercises ആണ് ഡയബറ്റിക്കാർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിക്കുകയാണ്. ഒന്ന് നമ്മൾ ചെയ്തു തുടർച്ചയായി ചെയ്യുന്നത് എല്ലാ ദിവസവും ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പം സെക്കൻഡ് സെറ്റ് ഓഫ് എക്സസൈസിൽ വരുന്നത് ആദ്യം നമ്മൾ കൈ ഇങ്ങനെ പിടിക്കണം. ഇതെന്ന് വെച്ചാൽ നമ്മൾ വെളുപ്പിനെയൊക്കെ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ കൈക്ക് ബലം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് തട്ടി മാറ്റാനായിട്ട് പറ്റും. ഒരുമാതിരി ഒരാൾക്ക് നമ്മളെടുത്തുനിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റും. നമ്മുടെ കൈക്കൊക്കെ ഭയങ്കര ബലം വരുന്ന ഒരു എക്സസൈസ്. 1 2 3 4 5. ഇതൊരു വാള് പോലെ ആവുക. കയ്യിൽ ബലമാണ് മാറി പവർ. നമ്മളിങ്ങനെ വെട്ടിയ ഒരു കൈയൊക്കെ അപ്പോൾ ഒഴിഞ്ഞു. അങ്ങനെ ചെയ്യരുത്. അത്രയ്ക്ക് പവർഫുള്ളാണ് ഞാൻ കാണിക്കുന്നത്. ഒരു ഇങ്ങനെ 50 times ഡെയിലി ചെയ്യാന്ന് വെച്ചാൽ കൈയുടെ ഇതില്ലേ ഒരു അസ്ത്രം പോലെയാകും കൈ. അല്ല നമുക്ക് വെളുപ്പിൽ നടന്നു പോകുമ്പോൾ ഒരു എന്തെങ്കിലും വിഷയം ഉണ്ടായാലും നമുക്കത് തടുത്ത് നിർത്താനും പിടിച്ചു മാറ്റാനൊക്കെ പറ്റും. ഓക്കെ, രണ്ടാമത്തത് അതാ ഇത് ഞാൻ പറഞ്ഞു. ഇങ്ങനെ മുകളിലേക്ക് അങ്ങനെ 5 times. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ബാഗ് എടുത്തിട്ട് 1 2 3 4 5 1 2 3 4 5 തുടങ്ങിയിട്ട് ആസ് യൂഷ്വൽ തുടങ്ങുന്ന 5 പിന്നെ 10 അങ്ങനെ ഡെവലപ്പ് ചെയ്ത് 30 times ചെയ്യുന്നത് നന്നായിരിക്കും. അത് കഴിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്യും. ഈ ഷോൾഡർ അതിൻ്റെ കൈക്ക് തോളിൽ നമുക്ക് തെറ്റിപ്പോകരുത്. ഇതിന് സ്ട്രോങ് ആക്കും. ഓരോന്നും 5 times ചെയ്ത് പഠിക്കുക. പിന്നെ 15 30 ആക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ജമ്പ് ചെയ്യുക. ജസ്റ്റ് 1 2 3 4 5. അത് നമ്മൾ ഓൾ ബോഡിയെ നമ്മളൊന്ന് ഫിറ്റാക്കുന്നതിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസിലേക്ക് വരുന്നു. സിമ്പിൾ എക്സസൈസാണ്. മുട്ട് വളയാൻ പാടില്ല. 2 കാലിങ്ങനെ വെക്കുക. മുട്ട് വളയാൻ പാടില്ല. ഹുസ് ശ്വാസം വിട്ടിട്ട് വയറൊട്ടിച്ചിട്ട് വേണം നിലം വെക്കണം. വയറൊട്ടും ബോഡി ഫിക്സ് ആണ്. ചെസ്റ്റൊക്കെ ക്ലിയർ ആവും. ലങ്സിൽ കൂടുതൽ എയർ പിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാ ഹുസ് 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 ഹുസ്. മുട്ട് വളയരുത്. ബോഡി മുമ്പോട്ട് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി അത് ശരിയായിരിക്കും. തന്നെ ആദ്യം പെട്ടെന്ന് ശരിയായിരിക്കും, പിന്നെ ശരിയായിരിക്കും. 30 times ചെയ്യണം. പിന്നത്തെ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചൊരു എക്സസൈസാണ്. അല്ല അതിന് മുമ്പ് നമ്മുടെ കാലിലെ 50 വയസ്സ് കഴിഞ്ഞവരുടെ കാല് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറിയൊരു പാടും ഒരു കളർ വ്യത്യാസമൊക്കെ കാണാം സ്കിന്നിനെ. അത് എൻ്റെ വിശ്വാസം അത് പ്രായം ചെല്ലുന്നത് നമുക്ക് പമ്പിങ്ങിൻ്റെ പ്രശ്നം, ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതുകൊണ്ടായിരിക്കും ഒരു വിഷയം. എന്തായാലും ഞാനിപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കാലിൻ്റെ ഷേപ്പൊക്കെ മാറി, നഖത്തിൻ്റെ ഭംഗിയൊക്കെ കൂടാൻ തുടങ്ങി. ശക്തി കാലെ പാടുന്നില്ല. അത് എങ്ങനെ ചെയ്യാം? എങ്ങനെ നിൽക്കുക? കാല് പരമാവധി അകത്തി വെക്കുക. സ്ലിപ്പാകരുത്. ടൈലൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചോളൂ. സ്ലിപ്പാകരുത്. നല്ല ഷൂസ് അടിയിട്ടുണ്ട്. അപ്പം സ്ലിപ്പാകരുത്. നല്ല കാല് ഉപ്പൂറ്റി നമ്മൾ മുകളിൽ നിന്ന് ബാക്കിലാണ്, അതായത് നമ്മുടെ ഇവിടെ ബാക്കിലാണ് ബ്ലഡ് വെസൽ. അപ്പോൾ അവിടെ ഇങ്ങനെ തടവി മുകളിലോട്ട് ഇടുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ എടുക്കുക. സ്കിന്നിൽ ഒരു എനർജി കിട്ടും. അടിയിൽ താഴോട്ട് പോകുമ്പോൾ പുറകിൽ കൂടെ 1 2 3 4 5. ഇത് 30 times ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്കൂളിൽ പഠിച്ച എക്സസൈസാണ്. 1 2 3 4 30 times. പി ടി സാറുമാരൊക്കെ പഠിപ്പിച്ച് ഞങ്ങൾ ജോർജ് സാർ എപ്പോഴേക്കും നോക്കും. പിന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ച ജോർജ് സാർ എനിക്ക് പറഞ്ഞതൊരു എക്സസൈസ്. അത് ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോഴും.
30 ടൈംസ് ചെയ്യുക. പിന്നെ ഉള്ള എക്സസൈസ് അത് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. വിദേശത്ത് നിന്നൊക്കെ ഞാൻ പോയപ്പോൾ അവിടെ ഓരോരുത്തർ സാഹിബന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചും നമ്മുടെ എക്സസൈസ് അവരും പഠിക്കാറുണ്ട്. ഞാൻ അമേരിക്കയിലായപ്പോൾ ഞാനത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, ഏത് രാജ്യം നോക്കാം. പക്ഷെ എന്നാലും അവർ നമ്മുടെ കൂടെ ചെയ്യും ഗ്രൗണ്ടിൽ വന്നിട്ടേ. അത് വളരെ നല്ലൊരിതാണ്. ഇതാണ് സംഭവം. കൈ പിടിക്കുക. അത് 1 2 3 4 5 6 7 8 അങ്ങനെ 30 ടൈംസ്. അടുത്ത എക്സസൈസിലാണ് ഈ ലെങ്തി ആയിരിക്കും, വേഗം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പൈസ സ്ലോ ഇട്ട് കണ്ടിട്ട് ചെയ്യാവുന്നതാണ്. 1 2 3 4 5 6 അങ്ങനെ നിങ്ങൾക്ക് 30 ടൈംസ്. ആദ്യം എല്ലാം 5 ടൈംസ് ചെയ്ത് പഠിക്കാറുള്ളൂ കേട്ടോ. പിന്നെ മാർഷൽ ആർട്സ് പഠിക്കുന്നവർ, കരാട്ടയൊക്കെ പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കുങ്ഫു അതുപോലെ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് നേരെ ചെയ്യാറുള്ളൂ. കാരണം അവർ ബോഡി സ്ട്രെച്ചറാണ് ഇതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ഇനി ഞങ്ങൾ ചെയ്യുന്നത് എക്സസൈസ് ഡാൻസ് പോലെ തോന്നും, പക്ഷെ മെമ്മറി കൂടാൻ വേണ്ടിയാണ്. അതായത് ഇങ്ങനെ കൈ വെക്കുക, ഒരേ സമയം 2 ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് മെമ്മറിയുടെ വർക്ക് കൂടുന്നു, തലച്ചോറിൻ്റെ വർക്ക് കൂടുന്നു. ഇങ്ങനെ വെക്കുക, അതേസമയം ഇങ്ങനെ വെക്കുക. കാരണം ഞാൻ കാണിക്കാം. 1 2 3 4 5 വേറൊരു ഗുണമുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടിന് പവർ കൂടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നമുക്കൊരു ഉദ്യോഗം അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ഒരൊറ്റയ്ക്ക് വെച്ച് കൊടുത്താൽ അത് തെളിച്ചു പോകും. നമുക്ക് ഓടി രക്ഷപ്പെടാം. ഓക്കെ, തന്നെ മെമ്മറി വർദ്ധിക്കുന്ന 1 2 3 4 5. ഇനി ഉള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇത് സയൻറ്റിഫിക്കാണ്. അമേരിക്കയിൽ കണ്ടുപിടിച്ച ഏറ്റവും പുതിയ എക്സസൈസ്. ഞാനും ചെയ്യാൻ തുടങ്ങിയിട്ട് അധികമായില്ല. സിമ്പിളാണ്. രസമില്ലാത്ത നമ്മൾ നിൽക്കുമ്പോൾ ബോഡി നിൽക്കില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 1 അത് കാല് പൊക്കുന്നില്ല, എൻ്റെ ഉപ്പൂറ്റി മാത്രം നോക്കുക. 1 തിരിച്ച് 2 കാലും 1 2 3 4 5. അതായത് ഈ മസിലാണ് നമ്മുടെ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ മസിൽ പവറായ ഡയബറ്റിക്കിന് ശേഷം മാറിപ്പോകും, കൺട്രോൾ ചെയ്യാൻ പറ്റും. മാറിപ്പോയെന്ന് പറയാൻ ഞാൻ ഡോക്ടറൊന്നുമില്ല, പക്ഷേ ഇത് ചെയ്യുന്നവരെ സംബന്ധിച്ചത് ഡയബറ്റിക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. പൂർണ്ണമായിട്ട് അത് ഇത് ചെയ്യുന്ന കാലത്തോളം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടുതൽ ഗവേഷണം ഞാൻ നടത്തിയിട്ടില്ല. ഇത് ചെയ്യുന്ന കാലത്തോളം നമുക്ക് ഇഷ്ടം. അത് വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യാം, ഇരുന്നുകൊണ്ട് ചെയ്താലും മതി. മുട്ടിൻ്റെ താഴെ ഈ മസിലിന് കിട്ടത്തില്ല രീതി ഞാൻ ചെയ്യിക്കാം എന്ന് കാണിക്കാം. ഇരുന്നിട്ട് എന്തെങ്കിലും വായിക്കുക ചെയ്യുമ്പോൾ ചെയ്തുകൂടെ. പിന്നെ എക്സസൈസിലാണ് ഒരു കാലം ഇങ്ങനെ നിന്നിട്ട് മറ്റേ കാര്യം പയ്യെ പോക്കുക. 1 2 അതിങ്ങനെ പിടിച്ചോണ്ട് ഈ പോസ്റ്ററൊക്കെ പിടിച്ച് ഞാൻ ചെയ്തു. 1 2 3 4 5 1 2 3 4 5 അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു എക്സസൈസ് ഇത് ഫുള്ളായിട്ട് 1 2 3 അത് ഞാൻ 100 ടൈംസ് ചെയ്യും. പിന്നെ ലാസ്റ്റത്തെ എക്സസൈസ് അത് സിമ്പിളാണ്. നമ്മളെ സംബന്ധിച്ചാൽ ആദ്യം വലിയ വയ്യ ചെയ്യാവും. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 ഹുസ് എന്ന് ബോയിൽ അവസാനിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യാൻ തുടങ്ങിയില്ല. ഡയബറ്റിക് എന്നല്ല, ഒരുമാതിരി ഞാൻ
ഒരുമാതിരി പനിയൊന്നും മറ്റുള്ളവർക്ക് വന്നു നമ്മുടെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും പനിയൊന്നും നമുക്കത് വരികയില്ല. പനി ബോഡിയെ കാണിക്കും, ഒരു ഒരു അണീസ്നെസ്സിന് തോന്നും നല്ലത്. പിറ്റേ നേരം നമ്മൾ ഓക്കെ ആയിരിക്കും, നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിക്കുന്നു നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോളാം, ഒരു എക്സസൈസ് കഴിഞ്ഞ് 30 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത് ചെയ്യാവുള്ളൂ. പടപടപടാന്ന് ഇത് മുഴുവൻ ചെയ്താൽ ചിലപ്പോൾ അവിടെ തന്നെ വീണ് പോകും. ഓരോ എക്സസൈസ് കഴിഞ്ഞ് 30 സെക്കൻഡ് അതിന് നമ്മൾ ഈ എക്സസൈസ് ചെയ്തപ്പോഴേ 1 2 3 റെസ്റ്റിന് വേണ്ടിയത് ഇത് ചെയ്യും. അത് കഴിഞ്ഞ് 30 കഴിയുമ്പോൾ പിന്നെ 1 2 3 4 30 എടുക്കുമ്പോൾ റെസ്റ്റ് വരുന്നുണ്ട്. അല്ലെങ്കിൽ 1 by 1 ആയിട്ട് ചെയ്യുക. ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന ആളാണ്. അങ്ങനെ വന്നപ്പം നമ്മുടെ ഹെൽത്ത് ആസ്പെക്റ്റ് എല്ലാം മാറി. ഡയബറ്റിക് ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ മധുരട്ട് ചായ കുടിക്കാറില്ല വർഷങ്ങളായിട്ട്, പക്ഷേ വല്ലപ്പോഴും ഐസ്ക്രീം കഴിക്കും, ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് പായസം കുടിക്കും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബോഡിക്ക് അതൊന്നും പ്രശ്നമല്ല. ക്വാളിറ്റി ഓഫ് ലൈഫ്, എൻ്റെ ഡോക്ടർ എപ്പോഴും ക്വാളിറ്റി ഓഫ് ലൈഫ്. മലയാളികൾ 80 വയസ്സിലേക്ക് പോകും, ഇങ്ങനെ ഇൻസുലിനായും മരുന്ന് കഴിച്ച് വലിഞ്ഞ് നീണ്ടും പോകും. പക്ഷേ എൻ്റെ ഡോക്ടർ സൈമൺ പോകുമ്പോൾ നല്ല അന്തസ്സായിട്ട് പോകണം, ഇങ്ങനെ അദ്ദേഹം പറയുന്നത് എങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ് വേണം. അല്ല ചുമ്മാ 80 വയസ്സ് അപ്പം 90 വയസ്സ് 100 വയസ്സ് വരെ ജീവിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അല്പസമയോട് ക്ഷമയോടെ ഇതൊക്കെ ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരു നാടിൻ്റെ ശക്തിയായിട്ട് നമുക്ക് മാറണം. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇപ്പം നമ്മുടെ സ്റ്റഡീസൊക്കെ കാണിക്കുന്നത്, ലോകം മുഴുവൻ കാണിക്കുന്നത്, അത് ഭയങ്കര സങ്കടമാണ്. കേരളത്തിൽ അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഭരണാധികാരികൾക്ക്. കാരണം ഇപ്പോഴത്തെ യൗവനം അപ് ടു 65 ആണ്, മധ്യവയസ്കൻ എന്ന് പറയുന്നത് അപ് ടു 80 ആണ്. 80 കഴിഞ്ഞാലേ ഉള്ളൂ സീനിയർ സിറ്റിസനായിട്ട് വരുന്നുള്ളൂ. ലോകം മുഴുവൻ അങ്ങനെയാണ് പരിഗണിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, നമ്മുടെ ഇടയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആളുകളെ കണ്ട 70 വയസ്സായ പറയും, പെൺപിള്ളേർ ഒരുങ്ങി പോകുന്നുണ്ട്, 70 കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മളത് മാറി, നമ്മുടെ ഹെൽത്ത് ഒരു ഇതങ്ങ് മാറിപ്പോയി, ബോഡി സ്ട്രക്ചറൊക്കെ പോകും. ഇപ്പം കേരളത്തിൽ ഭയങ്കര നാണക്കേടാണ്, അല്ലെങ്കിൽ പറയണ്ട. 56 വയസ്സിലെ റിട്ടയർ ചെയ്യും, അത് 60-65 ആക്കേണ്ട കാലം കഴിഞ്ഞു. പിന്നെ അപ്പോൾ യുവാക്കളെ ഈ കേരളത്തിലെ ചെറിയ കാര്യങ്ങൾ നോക്കിയാണ് നിൽക്കുന്നത്. പഠിച്ച് അവർ ഉയർന്നേർന്ന് പോവില്ലേ. പിന്നെ അവർക്ക് ജോലി കയറാനുള്ള വയസ്സ് ഇപ്പം 56 നിന്ന് 60 ആക്കുമ്പോൾ ഒരു 4 വർഷത്തെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ആ 4 വർഷം അപേക്ഷിക്കാനുള്ള പ്രായം കൂട്ടിയാൽ മതി. ഇപ്പം ജോലിക്ക് അപേക്ഷിക്കാൻ പ്രായം ജയിക്കുന്നവർക്കൊരു സന്തോഷം, 4 വർഷം കൂടെ അവർക്ക് അപേക്ഷിക്കാൻ. അപ്പോൾ അത് കയറ്റി വെക്കുക, അതേസമയം റിട്ടയർമെൻറ്റ് മാറ്റുക. അല്ലെങ്കിൽ ഗവൺമെൻറ് പെൻഷൻ കൊടുക്കുന്നത് എത്ര യൗവനക്കാർക്ക്, അവർ വേറെ ജോലിക്ക് പോകുന്നു, ഒരു വിദേശത്ത് പോകുന്നു, അവരെ 60 വയസ്സ് വരെ ജോലി ചെയ്യിക്കുക. അവരെ വെച്ചാൽ അവസാന കാലത്താണ് ഏറ്റവും സ്മാർട്ടായിട്ട് വരിക. ആദ്യകാലത്ത് കുഴപ്പന്മാരൊക്കെ 5-10 കൊല്ലം കഴിഞ്ഞാൽ തെറിച്ച് പോകും ജോലി. പിന്നെ അവസാനം വരുന്നത് വിട്ടുമുട്ടുക്കന്മാരാണ് അവർ. ഇപ്പം തന്നെ നമ്മുടെ ബെഹ്റയൊക്കെ കണ്ടില്ലേ, മെട്രോയുടെ ചെയർമാനായിട്ടിരുന്ന് മെട്രോയുടെ സീനിയർ ഓഫീസറായിട്ട് ഇരുന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു. അവർ നമ്മുടെ എയർപോർട്ടിൻ്റെ എല്ലാവരും റിട്ടയർ ചെയ്തെന്ന് വെച്ചാൽ ഒരു കഴിവും ഒന്നും മാറുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ എക്സസൈസ് ചെയ്താൽ നിങ്ങൾ യൗവനക്കാരനായിട്ട് നിൽക്കും. ഞാൻ ഒരു മേക്കപ്പ് ഇടാതെ പറയും, മോർണിംഗ് ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഇതില്ല, ചുമ്മാ എഴുന്നേറ്റ് നിൽക്കുക. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ റിയൽ ബ്യൂട്ടി ഉണ്ടാകും, ഹെൽത്ത് ഉണ്ടാകും. ഓക്കെ, പിന്നെ നമുക്കൊരു ആയുധങ്ങളൊന്നും കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൈയൊക്കെ തന്നെ ആയുധമാണ്. ഒന്നും പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗിച്ച് ഇങ്ങനെ വെട്ടിയ കൈ ഓടിച്ചു അവരെ ആരും പിടിച്ച് തളർന്നൊന്നും ചെയ്യരുത്. നമ്മുടെ ഹെൽത്ത്, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ അടിയിലും പ്രത്യേകം ദേഷ്യപ്പെട്ട് അടിക്കരുത്. നമ്മുടെ ശരീരം ബോഡിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, വിചാരിക്കുന്നതിലും അത് കരുതി വേണം നമ്മൾ ജീവിക്കാൻ. പക്ഷെ നമ്മുടെ നാടിൻ്റെ സ്വത്താണ്, നാട്ടുകാർക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരവും മനസ്സും റെഡിയാകണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാന്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. താങ്ക് യു.